നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ സെക്കൻഡ് പായസമാണ്. അതായത് പരിപ്പ് പ്രഥമൻ. കടലപ്പരിപ്പ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് കടലപ്പരിപ്പിന് പകരമായിട്ട് ചെറുപയർ പരിപ്പ് വെച്ചും ചെയ്യാം. അപ്പോൾ ഇതിനു മുൻപ് ഇട്ടുണ്ടായിരുന്ന വിഷു സ്പെഷ്യൽ അവൽ പായസം ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് പേര് കാണാത്തവരായിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വീണാസ് കറിവേൾഡിന്റെ വിഷു സ്പെഷ്യൽ പ്ലേലിസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരുവിധം പേരും നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിഷു സദ്യ വീണാസ് കറിവേൾഡിനോടൊപ്പം ആഘോഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയായിട്ടുള്ള വിഷു സദ്യ ഉണ്ടാക്കുക. ഫോട്ടോസൊക്കെ പറ്റുമെങ്കിൽ അയച്ചു തരാൻ മറക്കരുത്. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് എന്നോട് തിരക്കി. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കിൽ പെട്ടുപോയതാണ്. വീണ്ടും വിഷുവിന് മുമ്പായിട്ട് പറ്റുകയാണെങ്കിൽ 1-2 റെസിപ്പീസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് വിഷു സ്പെഷ്യൽ പരിപ്പ് പായസം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, എന്താ അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം വളരെ എളുപ്പത്തിലുള്ള കടലപ്പരിപ്പ് വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി കടലപ്പരിപ്പ് വെച്ചും ചെയ്യാം, അതുപോലെ തന്നെ ചെറുപയർ പരിപ്പും വെച്ചും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കടലപ്പരിപ്പ് വെച്ചാണ് ചെയ്യുന്നത്. പക്ഷേ ചിലവർക്ക് ചിലപ്പോൾ കടലപ്പരിപ്പ് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അങ്ങനെ കടലപ്പരിപ്പ് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. സെയിം പ്രൊസീജിയറാണ്, ഒരു മാറ്റമില്ല, സെയിം അളവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് കടലപ്പരിപ്പ്, അതായത് എൻ്റെ ഗ്ലാസ് 240 ml ഗ്ലാസ്സാണ്. 240 ആയാലും 250 ആയാലും കുഴപ്പമൊന്നുമില്ല. 240 ml ഗ്ലാസ്സിൽ കടലപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കടലപ്പരിപ്പ് നന്നായി ഒന്ന് വാഷ് ചെയ്തു. 2-3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിൽ വെള്ളം വാലാൻ വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് വാർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരിപ്പോൾ 1/2 മണിക്കൂറായി ഞാനിങ്ങനെ വാഷ് ചെയ്ത് സ്ട്രെയിനറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ 1/2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് വെള്ളം ഇതിൽ നിന്ന് പൊക്കോളും. വെള്ളം അല്പം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെയ്യിലൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെള്ളം മുഴുവനും കളഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുക്കർ എടുക്കാം. അത് നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല, സ്റ്റീലായാലും കുഴപ്പമില്ല, അതേസമയം അലുമിനിയം ആയാലും കുഴപ്പമില്ല. ഏത് കുക്കറാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ കുക്കർ എടുക്കാം. ആ കുക്കറിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് ചൂടായിക്കോട്ടെ. അതിനുശേഷം നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്യിൽ ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒട്ടും വെള്ളമില്ലാത്ത കടലപ്പരിപ്പ് ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് കടലപ്പരിപ്പിൻ്റെ ഒരു പച്ചച്ചോവ ഉണ്ടാവും, അതൊന്ന് മാറണം. എന്നാൽ മാത്രമേ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പരിപ്പ് എപ്പോഴും വറുത്തതിന് ശേഷം മാത്രം പായസം ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതൊരു ചെറിയ അളവാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ വിഷുവിന് എനിക്ക് വീണ്ടും പായസം ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ പായസങ്ങളുടെ ഘോഷയാത്രയാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. അപ്പോൾ ചെറിയ അളവിൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ എന്താ പറയുക, നെയ്ബേഴ്സിന് കൊടുക്കുന്നതിന് ഒരു ലിമിറ്റില്ലേ, അവർക്കും പായസമൊക്കെ ഉണ്ടാക്കേണ്ടതല്ലേ. അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഞാൻ പറയുന്ന ക്വാണ്ടിറ്റി ജസ്റ്റ് ഡബിൾ ആക്കിയാൽ മതി. പക്ഷേ അതിൽ ശർക്കരയൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും. അപ്പോൾ അത് പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ നെയ്യ് ചെറുതായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഈ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തനിയെ ഒരു സ്പാറ്റുല മാറ്റി വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന കറികളൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പാറ്റുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഈ തവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പായസത്തിലൊക്കെ അതിൻ്റെ സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പായസത്തിന് നമ്മളെപ്പോഴും ഒരു കയ്യിൽ മാറ്റി വയ്ക്കുക. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക, റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കിനും ഒരു ചെറിയൊരു കളർ ചേഞ്ചും വരും, നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങും. ഒരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓവറായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പച്ചമണം മാറണമെന്നേ നമുക്കുള്ളൂ. നമുക്കിനി ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാൻ എപ്പോഴും ഇതിലേക്ക് ചൂടുവെള്ളമാണ് പ്രിഫർ ചെയ്യുന്നത്. അതേസമയം നിങ്ങൾക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ കറികളും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ എപ്പോഴും ചൂടുവെള്ളത്തിൻ്റെ ആളാണ്. ചൂടുവെള്ളമാണ് ഞാൻ കറികളിലൊക്കെ ഒഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് നമുക്ക് ഒഴിച്ച് നോക്കാം എത്ര ഗ്ലാസ് വെള്ളം വേണ്ടി വരും എന്നുള്ള കാര്യം. 1 ഗ്ലാസ് ഒഴിക്കുക, 2, 3 ഗ്ലാസ്. 3 ഗ്ലാസ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. 3 ഗ്ലാസ് മതിയാകും. ഇപ്പോൾ നിങ്ങളുടെ കുക്കർ അനുസരിച്ച് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ കുക്കറിൽ അടിയിലൊന്നും പിടിക്കില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. സൈഡിലുള്ള പരിപ്പെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സൈഡിൽ നിന്നൊക്കെ എടുത്ത് ഉള്ളിലോട്ട് ഇടുക. അതിനുശേഷം നമുക്കങ്ങ്
മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ കേട്ടോ. പരിപ്പ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. 500 ഗ്രാം വേണ്ടി വരില്ല മിക്കവാറും. അപ്പോൾ ഒരു 400 ഗ്രാമോളം നമുക്ക് അങ്ങ് ഉരുക്കി മാറ്റി വയ്ക്കാം. ഇതിൽ ചേർക്കുന്ന മധുരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരും. അതുകൊണ്ട് അത് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഇത്തിരി കൂടുതലുണ്ടായാലും നമുക്ക് വേണമെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതിലെടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ തയ്യാറാക്കുന്ന ശർക്കരയുടെ നീര്. അപ്പോൾ ആദ്യം തന്നെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 കട്ട ശർക്കര, അതായത് 450 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. നമുക്കതിൽ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ശർക്കര അങ്ങ് ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കണം. കാരണം ശർക്കരയിൽ ചിലപ്പോൾ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചില സമയത്ത് ഇതേപോലത്തെ ബ്രൗൺ കളർ ശർക്കര നമുക്ക് കിട്ടാറില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വൈറ്റ് കളർ, അതായത് ക്രീം കളർ ശർക്കരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പായസത്തിൻ്റെ കളർ ക്രീം കളർ ആവുന്നു മാത്രം. പക്ഷേ ടേസ്റ്റിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ കളർ ശർക്കര ഇല്ല എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാതിരിക്കുന്ന വേണ്ട പായസം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ശർക്കരയാണോ ആ ശർക്കര വെച്ച് നമുക്ക് പായസം ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ശർക്കര എല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇത് മതി. നമുക്കിത് ഒരു സ്ട്രെയിനറിൽ കൂടെ, ഒരു അരിപ്പയിൽ കൂടെ അരിച്ച് മാറ്റി വയ്ക്കാം. എന്തെങ്കിലും കല്ലോ മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഞാൻ ഓഫ് ചെയ്യാനേ. ഓഫ് ചെയ്തിട്ട് നമുക്കിന്ന് അരിപ്പയിൽ കൂടി അരിച്ച് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഞാനവിടെ ശർക്കര ഉരുക്കിയത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നിർബന്ധമില്ല കേട്ടോ, ഇത് ഓപ്ഷനിലാണ്. ഞാൻ പക്ഷേ ഈ പരിപ്പ് പായസം അങ്ങനത്തെ എല്ലാ പായസത്തിലും ഇത് ഇടാറുണ്ട്. അതായത് ചവ്വരി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന്. ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പരിപ്പൊക്കെ ചിലവർ നന്നായിട്ട് അങ്ങ് ഉടച്ച് ചേർക്കും. അപ്പോൾ നമുക്ക് കടിക്കാൻ കഷ്ണങ്ങൾ പോലെ ഒന്നും കിട്ടില്ല പായസം കുടിക്കാൻ. അപ്പോൾ അതൊരു മാതിരി സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ ചവ്വരി കുക്ക് ചെയ്ത് വെക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ 1/2 ഗ്ലാസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത്ര മുഴുവനും നമുക്ക് എടുക്കേണ്ട ആവശ്യം വരില്ല. ഇട്ട് നോക്കിയതിന് ശേഷം തീരുമാനിക്കാൻ എത്ര വേണമെന്നുള്ള കാര്യം. അപ്പോൾ ചവ്വരി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു. 2-3 തവണ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം ഞാനങ്ങ് സോക്ക് ചെയ്ത് വെച്ചു. വെള്ളത്തിലങ്ങ് കുതിർത്ത് വെച്ചു 20 മിനിറ്റ്. അതിനുശേഷം അത്യാവശ്യം അധികം വെള്ളത്തിൽ, ഒരു 4-5 ഗ്ലാസ് വെള്ളത്തിൽ ഈ 1/2 ഗ്ലാസ് ചവ്വരി കുതിർത്തത് ഇട്ടതിന് ശേഷം നന്നായി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം ഊറ്റി, ഒരു സ്ട്രെയിനറിൽ കൂടെ വെള്ളം ഊറ്റിയതിന് ശേഷം, അതായത് ഒരു അരിപ്പയിൽ കൂടി വെള്ളം ഊറ്റിയതിന് ശേഷം ആ ചവ്വരി ഒരു 1/2 ഗ്ലാസ് 2-ാം പാലിലേക്ക് ഒഴിച്ചു വെച്ചു. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഈ ചവ്വരി ഇരുന്ന് കട്ട പോലെയാവും. നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ചവ്വരി എടുക്കാൻ പോകുമ്പോൾ അങ്ങനെ കട്ട പിടിച്ചിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അതൊരു നിർബന്ധങ്ങളും ഇല്ല. അപ്പോൾ ഇങ്ങനെയാണ് ചവ്വരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ ഞാൻ കുക്കറിൽ വേവിക്കാറുണ്ട് ചവ്വരി, പക്ഷേ ഇന്ന് ഞാനിപ്പോൾ സെപ്പറേറ്റ് തന്നെയാണ് വേവിച്ചത്. അപ്പോൾ ഈ ചവ്വരി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1/2 ഗ്ലാസ് വേണമെന്നില്ല, കുറച്ച് നമുക്ക് ഒഴിച്ച് നോക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ചവ്വരി പായസം എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ ചവ്വരി പായസം ഉണ്ടാക്കും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് പാല്, നാളികേരപ്പാല്, 2 ടൈപ്പ് നാളികേരപ്പാല്, അതായത് 1-ാം പാലും 2-ാം പാലും. തേങ്ങാപ്പാൽ വെച്ചുള്ള പായസങ്ങൾക്ക് ഞാനിപ്പോൾ 3-ാം പാൽ എടുക്കാറേ ഇല്ല കേട്ടോ. 5 ഗ്ലാസ് 2-ാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 ഗ്ലാസ് നല്ല തൈം പാൽ, അതായത് കട്ടിപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 2.5 നാളികേരമാണ്. അതായത് എനിക്കിവിടെ കിട്ടുന്നത് 5 ബോക്സ് നാളികേരം. അതേസമയം നിങ്ങൾക്ക് നല്ല നാളികേരമാണ്, നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 നാളികേരം മതിയാവും. ഇവിടെ കിട്ടുന്ന നാളികേരം അത്ര ഗുണമില്ല, അതുകൊണ്ടാണ് ഞാൻ 2 നാളികേരം എടുത്തത്. അതേപോലെ തന്നെ അത് അളന്ന് നോക്കുകയാണെങ്കിൽ ഒരു 7 ഗ്ലാസോളം ഉണ്ടാവും നാളികേരം അളന്ന് നോക്കുകയാണെങ്കിൽ. ഓക്കെ, എങ്ങനെ ഞാൻ പാലെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2.5 നാളികേരത്തിൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. 1/4 നാളികേരം എടുത്തു, എൻ്റെ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, നന്നായി അടിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചു. വീണ്ടും ബാക്കിയുള്ള 1/4 നാളികേരം ഈ ജാറിലോട്ട് ഇട്ടു, വീണ്ടും 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അടിച്ച് പിഴിഞ്ഞ് മാറ്റി വെച്ചു. അങ്ങനെയാണ് ഈ 1.5 ഗ്ലാസ് നാളികേരപ്പാൽ കിട്ടിയിരിക്കുന്നത്. ബാക്കിയുള്ള നാളികേരം, അതായത് മൊത്തത്തിൽ പിഴിഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള നാളികേരത്തിൻ്റെ അതിലോട്ട് ഒരു 4-4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ 5 ഗ്ലാസ് പാലോളം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് നാളികേരപ്പാൽ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കാൻ ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഓലൻ്റെ, നമ്മുടെ കുമ്പളങ്ങ ഓലൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതെങ്ങനെ പിഴിയുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ സംശയമുള്ളവർ ആ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ നാളികേരപ്പാലും റെഡി ആയിട്ടുണ്ട്, നമുക്കതങ്ങ് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നാളികേരക്കൊത്താണ്. നാളികേരക്കൊത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കുക, അതില്ലെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാളികേരക്കൊത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗ്രീൻ പാർക്കിൽ, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വിളിച്ച് പറയുമ്പോൾ നാളികേരം മൊത്തത്തിലുള്ളത് പറയും, അല്ലെങ്കിൽ ഗ്രേറ്റഡ് നാളികേരമാണല്ലോ ഞാൻ സാധാരണ രീതിയിൽ പറയാറ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നാളികേരം ജസ്റ്റ് 2 പീസായിട്ട് ഉടച്ച് തരാൻ പറയും. അവരങ്ങനെ ഉടച്ച് തരും. അപ്പോൾ ഈ സദ്യയുടെ ആവശ്യങ്ങൾക്കൊക്കെ ഞാനിങ്ങനെ ഉടച്ച് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫ്രീസറിൽ ഞാനിത് നാളികേരത്തിൻ്റെ 2 കഷ്ണം എടുത്ത് വയ്ക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നാളികേരം പുറത്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലങ്ങ് സോക്ക് ചെയ്ത് വെക്കും. ഒരു 1/2 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ അതിനുള്ളിലത്തെ തണുപ്പൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ നാളികേരം. അങ്ങനെ ഞാനൊരു 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട്
മുറിച്ചെടുത്തിരിക്കുന്ന നാളികേരത്തിൻ്റെ പീസസാണിത്. അപ്പോൾ അതെങ്ങനെയൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിന് മുമ്പ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഓർമ്മയില്ല അത് ഏത് വീഡിയോയിലും ഞാൻ കാണിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഈ നാളികേരത്തിൻ്റെ ഇപ്പോൾ ഞാൻ പറയില്ലേ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ കത്തിയൊന്ന് ഒടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് നാളികേരക്കൊത്ത് അടർത്തി എടുക്കാൻ പറ്റും. കണ്ട, അപ്പോൾ നാളികേരക്കൊത്ത് എടുത്തു. പിന്നെ നമുക്ക് വളരെ നൈസായിട്ട് സ്ലൈസസ് ആയിട്ട് അങ്ങ് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സൂത്രം പ്രയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ ബാക്കിയുള്ള നാളികേരം എടുത്ത് ഇതേപോലെ തന്നെ ഫ്രീസറിൽ വെക്കും. ഇത് കുറേ നാൾ ഫ്രീസറിൽ കേടാവാതിരുന്നോളും. ഈ നാളികേരം ഞാനിപ്പോൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതും കടലപ്പരിപ്പ് കുക്കാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള നാളികേരക്കൊത്തൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടാവട്ടെ. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലോട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് എപ്പോഴും വീതിയിൽ അരിയണം കേട്ടോ. മറ്റേ ഉണ്ണിയപ്പത്തിലേക്ക് അരിയണ പോലെ വളരെ നൈസായിട്ട് കുനുകുന അരിയാൻ പാടില്ല. എപ്പോഴും പായസത്തിലേക്ക് ഇതുപോലെയാണ് നൈസായിട്ട് അതേസമയം വീതിയിൽ അരിഞ്ഞിടുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതങ്ങ് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് മതി. ഇനി പുറത്തിരുന്നിട്ട് അതിൻ്റെ കളർ കുറച്ചും കൂടി ചേഞ്ച് ആയിക്കോളും. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞങ്ങ് പോകും. അപ്പോൾ ഇതിൽ നിന്ന് ഈ നെയ്യിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടെ തേങ്ങ വറുക്കുന്നതിൻ്റെ. ഇനി നമുക്ക് സെയിം നെയ്യിലോട്ട് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ എണ്ണൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കൈ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോളൂ. ഇത് ഇതേപോലെ തന്നെ ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇട്ട വശം തന്നെ അങ്ങ് പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. പക്ഷേ ഉള്ളിൽ അങ്ങ് റോസ്റ്റ് ആയിട്ടുണ്ടാവില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതും ചെറുതായിട്ട് ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇതും അണ്ടിപ്പരിപ്പ് വറുക്കുമ്പോഴും ഓവറായിട്ട് അങ്ങ് കരിക്കാൻ പാടില്ല കേട്ടോ. ചിലവർ വറുത്ത് വെച്ചിരിക്കുന്ന കാണുമ്പോൾ കരിഞ്ഞിരിക്കുന്ന പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക. ഗോൾഡൻ കളർ മതി. പിന്നെ പുറത്ത് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ സവാള വറുക്കുമ്പോഴാണെങ്കിൽ പുറത്ത് ഇരുന്ന് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ട് നല്ലോണം കളർ മാറിക്കോളും. അപ്പോൾ ഈ ഒരു കളറിൽ വേണം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി, അതായത് കിസ്മിസ് ഇട്ട് കൊടുക്കാം. മതി. വീർത്ത് വരുന്ന ഉടനെ തന്നെ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളർ മാറാൻ തുടങ്ങും, അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. നമുക്കിനി ഓഫ് ചെയ്ത് വെക്കുക. ഇനി കടലപ്പരിപ്പ് റെഡി ആയതിനു ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഇതാ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒരു 4 വിസിൽ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തോ ഞാൻ അപ്പം തന്നെ തുറന്നു കേട്ടോ. അതായത് കൂടുതൽ സമയം വെച്ചില്ല. കാരണം എനിക്കിവിടെ കിട്ടുന്ന കടലപ്പരിപ്പ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. പക്ഷേ അതേസമയം നാട്ടിലൊക്കെ കിട്ടുന്ന കടലപ്പരിപ്പ് എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സമയം കുക്ക് ചെയ്യണം എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന കടലപ്പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് വേണം നിങ്ങൾ കുക്കിംഗ് ടൈം തീരുമാനിക്കാൻ. അപ്പോൾ ഇതെനിക്ക് അത്യാവശ്യം കുക്കായിട്ടുണ്ട്. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തും. അപ്പോൾ ഞാനിത് ഉടയ്ക്കുന്നില്ല, ഇങ്ങനെ തന്നെ ഇടാൻ പോവുകയാണ്. അതിൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് അത്യാവശ്യം കടല അതിൽ കിടന്ന് ഉടഞ്ഞോളും. അതേസമയം ഞാനായിട്ട് മാഷ് ചെയ്യുന്നില്ല. കടല കുറച്ചും കൂടെ കടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുക്കിംഗ് ടൈം കുറയ്ക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ നമ്മൾ കടായിൽ നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന നെയ്യ് കുറച്ച് ബാക്കിയുണ്ട്. ആ നെയ്യിൽ കൂടെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് നെയ്യൊന്നും വേണ്ട. അതൊന്ന് ചൂടാവട്ടെ. നെയ്യ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ചേർത്തോളൂ. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലപ്പരിപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതൊരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങ് നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത്യാവശ്യം ഉടയേണ്ട പരിപ്പ് ഉടയുകയും ചെയ്യും, അതേസമയം കടിക്കാൻ കുറച്ച് പരിപ്പ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ കഷ്ണങ്ങൾ കടിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് ചവ്വരി ചേർത്ത് കൊടുക്കുന്നത്. ചവ്വരി ഇടണമെന്ന് യാതൊരുവിധ നിർബന്ധങ്ങളും ഇല്ല. ചവ്വരി കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് 5 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിതങ്ങ് വഴറ്റി എടുക്കണം. പിന്നെ ഈ റെസിപ്പീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കുട്ടീനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പിയാണ്. പക്ഷേ എങ്കിൽ പോലും ഐശ്വര്യ വിപിൻ ഫ്രം ഖത്തർ, ഐശ്വര്യയുടെ കാര്യം തമാശയാണ്. കാരണം ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷമായി. ആ 1 വർഷത്തിനിടയ്ക്ക് എന്താ പറയുക, ഒരു 300 ദിവസമെങ്കിലും പുള്ളിക്കാരി എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട്, ചേച്ചി എനിക്ക് പരിപ്പ് പായസം വേണം, പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ചേച്ചി ഇടണം. അപ്പം ഞാനിങ്ങനെ ഓരോ ദിവസം പറയുമ്പോഴും പിന്നീടാന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാനിങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് റെസിപ്പി പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റായിരിക്കും. അതുകൊണ്ട് ഐശ്വര്യ ഹാപ്പി ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പരിപ്പ് പായസം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് ചോദിച്ചത് ചെറുപയർ പരിപ്പാണ്, പക്ഷേ ഞാൻ ചെയ്തിരിക്കുന്നത് കടലപ്പരിപ്പ്. പക്ഷേ സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ 2 പായസത്തിനും. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ഐശ്വര്യയുടെ അമ്മ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മ കാണുന്നുണ്ടെങ്കിൽ ഇതേ മോള് ഒരുപാട് അങ്ങ് മിസ് ചെയ്യുന്നുണ്ട് അമ്മേനെ. അപ്പോൾ അമ്മ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പരിപ്പ് ഒരു 10 മിനിറ്റോളം നെയ്യിൽ കിടന്ന് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര നീര് ഒഴിച്ചപ്പോൾ പായസത്തിൻ്റെ ലെവൽ മാറിയില്ലേ.
പിന്നെ ഇത് മുകളിലേക്കൊക്കെ പൊട്ടിത്തെറിക്കുക, അത് ശ്രദ്ധിക്കുക, അതിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കുഴിയുള്ള വലിയ അടികട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഈ ശർക്കര നീര് ഒഴിച്ചതിന് ശേഷം നമുക്കങ്ങ് കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ പായസമൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് തിക്കാവുന്നൊരു പായസമാണത് പരിപ്പ് പായസമൊക്കെ. അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്ന നാളികേരപ്പാലിൻ്റെ അളവ് അതിനനുസരിച്ച് മാറ്റം വരുത്തണം. ഞാനാദ്യം തന്നെ 5 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. കാരണം കുറച്ച് നേരം നമുക്ക് തിളപ്പിച്ചതൊക്കെ എടുക്കേണ്ടതാണ്, വറ്റിച്ചെടുക്കേണ്ടതാണ്. 5 ഗ്ലാസ് ഒഴിച്ച് കഴിഞ്ഞാലാണ് കുറച്ച് നേരം കഴിയുമ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടുകയുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അങ്ങ് 2ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതായത് 5 ഗ്ലാസ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ജസ്റ്റ് ഇപ്പോഴത്തെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ, കാരണം മധുരം എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പം അല്പം മധുരം കുറവാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് 3/4 ഭാഗം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ആവശ്യത്തിനനുസരിച്ച് മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല അവസാന നിമിഷവും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മധുരം കൂടിക്കഴിഞ്ഞാൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. മധുരം കുറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ശരിയാക്കി എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കുറുകട്ടെ, അതായത് കുറുകാന്ന് സെൻസ് കുറച്ചും കൂടെ ഒന്ന് വറ്റണം. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചവ്വരിയുടെ പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പകുതി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ പൊന്തി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകട്ടെ. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം, നമ്മളത് മറക്കരുത്. അല്പം മാത്രം മതി, ഒരുപാട് ഇടരുത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പായസത്തിന് എന്തോ മിസ്സിങ് പോലെ നമുക്ക് തോന്നും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇടയ്ക്ക് മാത്രമേ ഇളക്കി കൊടുക്കണുള്ളേ, കാരണം ഇത് അടിപ്പിടിക്കില്ല എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കടായി അനുസരിച്ച് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോളൂ. ഓക്കെ, ഇതൊന്ന് കുറുകണം. എന്നിട്ട് മാത്രമാണ് ആ തൈമ്പാൽ ഒഴിക്കാൻ പാടുള്ളൂ. അത്യാവശ്യം കുറുകണം. ഞാനിപ്പോൾ ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകട്ടെ. ഇപ്പോൾ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തൈമ്പാൽ ഒഴിക്കാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ കുക്കറിൽ വേവിക്കാൻ പേടിയാണ്, ഒരുപാട് വെന്ത് പോകുന്നു, ഒരുപാട് കുക്കായി പോകുന്നൊക്കെ സംശയമുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് ഇങ്ങനെ ഉടഞ്ഞു പോകണ്ട, പരിപ്പ് ഒക്കെ നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് തുറന്ന് നോക്കിയിട്ട് തീരുമാനിക്കാമല്ലോ എത്ര കുക്കാവണം എന്നുള്ള കാര്യം. അപ്പോൾ കുക്കറിൽ വേവിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് നിങ്ങൾക്കങ്ങ് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. 2ാം പാൽ ഒഴിച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും അത്യാവശ്യം കുറുകിയിട്ടുണ്ട്, പരിപ്പൊക്കെ അത്യാവശ്യം കാണുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ചവ്വരിയും കാണുന്നുണ്ട്. ഇത് മതി, കാരണം ഇനി ഓവറായി തിക്കായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കട്ട പോലെയാവും നമ്മുടെ പായസം. അതുകൊണ്ട് നമുക്കിനി തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് എന്ത് ചേർക്കണം, തൈമ്പാൽ ചേർത്ത് കൊടുക്കുക. തൈമ്പാൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, ഓവറായിട്ട് തിളയ്ക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. പിന്നെ മാത്രമല്ല പായസം ചൂടാക്കുമ്പോൾ തിളപ്പിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ട, ഇത് മതി. ഇതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. ഞാനൊരു സ്പൂണിൽ കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പായസം ഓഫ് ചെയ്ത് വെക്കണം, എങ്കിലാണ് തണുക്കുമ്പോൾ നമുക്ക് കുടിക്കാവുന്ന പരുവത്തിലുള്ള കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പായസം ഓവറായിട്ട് അങ്ങ് തിക്കായിട്ട് മാറും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് മതി, നമുക്ക് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ, എന്നിട്ട് ശർക്കര പോരാന്നുണ്ടെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. എനിക്ക് ഈ മധുരം മതി കേട്ടോ, എനിക്കൊരു മീഡിയം മധുരമാണ് ഇഷ്ടം. അതുകൊണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്ന മധുരം എന്ന് പറയുന്നത് ഒരു 400 ഗ്രാമൊക്കെ ചേർത്തിട്ടുണ്ടാവും. ഒരു 50 ഗ്രാം ബാക്കി അവിടെ ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഈ പായസം തിക്കായെന്ന് വിചാരിക്കുകയാണെങ്കിൽ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ച് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഒരിക്കലും പച്ചവെള്ളം നമ്മൾ പായസത്തിൽ കോരി ഒഴിക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ പച്ചച്ചോവ വരും പായസത്തിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ പായസം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ പായസം റെഡി ആവണം, സമയമില്ല, തിക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടലപ്പരിപ്പ് അപ്പുറത്തെ അടപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തിക്നെസ് അങ്ങ് കൂടിക്കോളും. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നമ്മുടെ പായസത്തിന് ശരിയായ രീതിയിൽ ആക്കിയെടുക്കാനുള്ള സൂത്രവിദ്യകളുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ പായസം റെഡിയാവും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും നാളികേരക്കൊത്തും അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ട പൊടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്പം ചുക്കിൻ്റെ പൊടി,
ചുക്കിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. ഡ്രൈ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ചുക്കിൻ്റെ പൊടി. അതല്ലെങ്കിൽ ചുക്ക് വാങ്ങിച്ചത് പൊടിച്ചെടുത്ത് അരിച്ച് സൂക്ഷിച്ചെടുത്ത് വെച്ചാലും മതി. അതുപോലെ തന്നെ അല്പം ഏലക്കയുടെ പൊടി, ഏലക്കയുടെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ജാനിന് അതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തുക. അതല്ലെങ്കിൽ ഏലക്കപ്പൊടി അല്ലെങ്കിൽ വെറും ഏലക്ക ആദ്യമേ തന്നെ ഇട്ട് അങ്ങ് തിളപ്പിച്ചിട്ട് അവസാനം ഏലക്ക അങ്ങ് എടുത്ത് കളഞ്ഞാലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ പൊടികളും ചേർത്തിട്ടുണ്ട്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നാളികേരക്കൊത്തും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ഇത് അടച്ച് വെക്കുക. അതിനുശേഷം സെർവ് ചെയ്യുക. അങ്ങനെ അതേ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തു. അതായത് നമ്മൾ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ പായസത്തിലേക്ക് നന്നായിട്ട് അങ്ങ് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ദാ പായസം പരിപാടി കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് ആ ഒരു തനതായ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ചെറിയ ചെറിയ പരിപ്പിൻ്റെ കഷ്ണങ്ങൾ കുറച്ചുണ്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ചൗവരിയും കടിക്കാനുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ബ്ലാൻഡായിട്ട്, അതായത് ഒന്നും ഇല്ലാത്തൊരു പായസം പോലെയല്ല, ശരിക്കും നമ്മൾ സാധാരണ അടപ്രഥമനും അല്ലെങ്കിൽ പാലടയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് കടിക്കാനും കിട്ടും, അതേപോലെ തന്നെ കുടിക്കാനും കിട്ടും. ഇത് നിങ്ങൾ ചൂടോടുകൂടി ഉപയോഗിക്കാം, തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. അതെന്താണ് നിങ്ങൾക്ക് താല്പര്യം അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഈ പായസം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തലേദിവസം തയ്യാറാക്കി വെക്കാം. അതിനുശേഷം നമുക്ക് സദ്യ വിളമ്പുന്ന ദിവസം ആ വിളമ്പുന്നതിനേക്കാളും കുറച്ച് മുൻപായിട്ടെടുത്ത് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട, ചൂടാക്കി ഇടുമ്പക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പണി, നമ്മുടെ ജോലി കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ഈ പായസം എത്ര പേർക്ക് തികയുന്നു? ഇപ്പോൾ സദ്യയിലേക്കൊക്കെ ആകുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സാധാരണ ഒരു ദിവസം ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ സദ്യയിൽ പായസം വിളമ്പുമ്പോഴത്തെ അളവ്. അതുകൊണ്ട് ഇപ്പോൾ ഇതൊരു ഗ്ലാസിൻ്റെ കണക്കൊക്കെ പറയുകയാണെങ്കിൽ ഒരു 8 ഗ്ലാസ് 9 ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നത്. പക്ഷേ ഞാനൊക്കെ എൻ്റെ വീട്ടിലൊക്കെ പായസം കുടിക്കുന്നത് വളരെ കുറച്ച് ചെറിയൊരു എമൗണ്ടിൽ, അതായത് ഒരു ഗ്ലാസിൻ്റെ ഒരു അരഭാഗമൊക്കെ കുടിക്കുള്ളൂ ഇവിടെയൊക്കെ വീട്ടിൽ പായസം. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഞാനൊക്കെ വിളമ്പണമെങ്കിൽ ഒരു 10-12 പേർക്കുള്ള പായസം ഉണ്ട് ആക്ച്വലി പറയുകയാണെങ്കിൽ. വീട്ടിലെ മെമ്പേഴ്സ് കഴിക്കുന്ന പോലെ ഇരിക്കും പായസത്തിൻ്റെ അളവൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒന്നും കൂടെ, ലാസ്റ്റ് ഫൈനൽ ടേസ്റ്റിംഗ്. സംഗതി കേമായിണ്ട് കേട്ടോ, അടിപൊളി, കറക്റ്റ് മധുരമാണ്. അതുപോലെ തന്നെ ആ കൺസിസ്റ്റൻസിയും കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള കടലപ്പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ വിഷുവിന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എൻ്റെ അടുത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഹാപ്പി വിഷു. അടിച്ചു പൊളിക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്താ പറയും, എനിക്ക് പരിപ്പ് പൊതുവേ വലിയ താല്പര്യമില്ലാത്തൊരു പായസമാണ്. എന്നാലും കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ മധുരമൊക്കെ കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് പറ്റുന്ന മധുരത്തിലാണ് ഞാൻ ഇട്ടേക്കുന്നത്, മീഡിയം മധുരം. നല്ല മധുരം, നല്ല മധുരം, മുന്തിരി ആവശ്യമുള്ള ആൾക്കാർ അവരിട്ടോളൂ. ഞാൻ എക്സ്ട്രാ മുന്തിരി വേണമെങ്കിൽ കുറച്ച് അതിൻ്റെ ഉള്ളിൽ കുടിക്കണേനിടയ്ക്ക് ചൊവ്വരി പോലെ മുന്തിരി അതിങ്ങനെ വായക്കൂടെ ഇങ്ങനെ ഓടിപ്പോ ചവ്വരി അതിന് വേണ്ടിയിട്ടല്ല ഇട്ടേക്കുന്നത് ഞാൻ. മുന്തിരി കുറെ ഇട്ടിട്ടുണ്ട് പാപ്പ അതിൻ്റെ ഉള്ളില്. എനിക്ക് കിട്ടിയില്ല, ചൊവ്വരി മാത്രം കിട്ടിയില്ല. മുന്തിരിക്ക് വേണ്ടി മുഴുവൻ കുടിച്ചു തീർക്കാൻ പറ്റില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. ഇനി ബാക്കിയുള്ളവർക്ക് കൊടുക്കണ്ടേ. അഡ്വാൻസ് ഹാപ്പി. അപ്പൊ ടാറ്റ, ബൈ ബൈ.